ഫലമാണ് അപസ്മാരം. ഇതൊക്കെ യാജ്ഞവൽക്യനെ പറ്റും ഈ രോഗങ്ങളെ പറ്റി വരെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. അപ്പോ അസഗോത്രയും അസപിണ്ടയുമായവളെ വിധിവത് ജ്യേഷ്ഠൻ തന്നെ, സഹോദരൻ തന്നെ രാജം ഹോമിച്ച് ഗോത്രനാമാദികൾ മാറ്റി ഭർത്തൃഗോത്രത്തിലാക്കി പിടിച്ചുകൊടുക്കുന്നതിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. എല്ലാം പറഞ്ഞു നമ്മൾ നേരെ ഒരുപാട് പോകുമെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് പോകാം. വിവാഹം കഴിക്കുന്നത് എന്തിനാ? പുത്രന്മാരെ കൊടുക്കാനല്ല. ബാലേ, നിന്നെ ഞാൻ ശുഭേച്ഛ, സുവിചാരണ, സത്താപത്തി, അസംസക്തി, പദാർത്ഥാഭാവനി, തുര്യക എന്ന 7 പടവുകളിലൂടെ കൊണ്ടുപോകാമെന്നുള്ള പ്രതിജ്ഞയാണ് വിവാഹം. ഇതിന് സപ്തപതി എന്ന് പറയും. ഇപ്പൊ ഇല്ല, ഈ നമ്മുടെ വീഡിയോ വിവാഹങ്ങൾ വന്നതിന് ശേഷം ഇതില്ല. കാരണം വെച്ചാൽ വരൻ വധുവിന്റെ വലത്തുകാലിൽ പിടിച്ച് 7 ചുവടുകൾ വെപ്പിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നറിയില്ല. 7 ചുവടുകൾ വെക്കണം. അതിൽ ഓരോ ചുവടും ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, സത്താപത്തി, അസംസക്തി, പദാർത്ഥാഭാവനി, തുര്യക. അതിനാ വിവാഹം കഴിക്കുന്നത്. രാമായണത്തിൽ ഇതിന്റെ ഒരു ചിത്രം തന്നെയുണ്ട്. നമ്മുടെ പരമപിതാവിനോട് പരമേശ്വര പത്നി ചെന്ന് ചോദിക്കുന്നുണ്ട്, ദേവാ ദേവദേവ, എന്താണ് ലോകതത്വം? അതാ ഭാര്യ അന്വേഷിക്കുന്നത്. അതുകൊണ്ടേ ശാന്തി ഉണ്ടാവൂ. മക്കളുണ്ടായാലും ശാന്തി ഉണ്ടാവില്ല. അത് നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ. മക്കളുണ്ടായിട്ടും ശാന്തിയില്ല. നിങ്ങളിൽ പലരും ഇവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനത് കൂടുതൽ പറയണ്ട, പോട്ടെ, ബാലകൃഷ്ണമായിട്ട് കൂട്ടിയാൽ മതി. മക്കളല്ല ശാന്തി, പരമമായ സത്യമാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ ഈ സപ്തപതിയില് 7 ചുവടുകള് വരൻ വെക്കുകയാണ്. വരനാണ് ഗുരു. നിന്നെ ഞാനിതിലെ കൊണ്ടുപോകാം, പഠിപ്പിക്കുകയാണ്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് വിധിവത് അറിവ് നേടിയ ഭാര്യയിലും ഭർത്താവിലും കുഞ്ഞുണ്ടാവണം. അല്ലെങ്കിൽ അവൻ മൃഗതുല്യനാണ്. കാമനയിൽ നിന്നുണ്ടാവരുത്. അതുകൊണ്ടാണ് അവനെ ധർമ്മജൻ എന്നാണ് വിളിക്കുക. അവൻ ധർമ്മത്താൽ ജനിച്ചവനാണ്. കാരണം ഇതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഭാര്യ ഭർത്താവിനോട് പറയും, നമ്മുടെ വംശവൃക്ഷത്തിന് വേണ്ടി ഒരു പുത്രനെ എനിക്കങ്ങ് ദാനം ചെയ്യണം. താൻ തന്റെ സമാധിയിൽ നിന്ന് ഉണർന്ന് ഒരു പുത്രനെ ദാനം ചെയ്യാം. അതുകൊണ്ട് തപസ് വേണം. നമുക്കിവിടെ പ്രസ്തുതത്തില് വ്യാസൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ അവരോട് തപസ്സനുഷ്ഠിക്കാൻ പറയൂ 1.5 കൊല്ലമെങ്കിലും. വാസരവാസീത, 1 കൊല്ലമെങ്കിലും തപസ് അനിവാര്യമാണെന്ന് സ്മൃതികൾ പറയുന്നുണ്ട്. ഗുരുക്കന്മാരുടെ അടുക്ക ചെല്ലുമ്പോഴും പഠിക്കണമെങ്കിൽ 1 കൊല്ലമെങ്കിലും അവരോടൊപ്പം അവരുടെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ അറിഞ്ഞ് തപസ് ചെയ്ത് മാത്രമേ ഉപദേശം കേൾക്കാവൂ എന്ന് പറയും. അപ്പോ അമ്മയ്ക്ക് ധൃതിയായി. മോളെ, ഞങ്ങൾക്ക് സമയമില്ല മോനെ, ഇവിടെ ആകെ അനാഥത്വം വരുന്നു, പെട്ടെന്ന് പുത്രൻ വേണം. വിധിയെ നമുക്ക് തടുക്കാൻ പറ്റില്ലല്ലോ. വ്യാസൻ തന്നെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ. അങ്ങനെയാണ് അംബികയില് അന്ധൻ ജനിക്കുന്നത്. തപസ്സിന്റെ കുറവുകൊണ്ടാണ് അന്ധനായിപ്പോയത്. കാരണം തപസ്സുണ്ടെങ്കിൽ വ്യാസന്റെ അന്തർഗതം കാണുമായിരുന്നു, ശരീരകണ്ടെ. അക്കുരൂപം കാണാൻ കഴിയാതെ തപസ്സില്ലാത്തവർ നോക്കുമ്പോഴേ കുഴപ്പം. തപസ്സില്ലാതെ ജനിക്കുന്ന സമസ്ത സന്താനങ്ങളും ദാ ഇതുപോലാണെന്ന് നമ്മുടെ പൂർവ്വരൂപം നോക്കി പഠിപ്പിച്ചിട്ട് മഹാനായ വേദം വ്യസിച്ചവനായ ഉന്നതനായ തപസ്വിയായ എനിക്ക് പുത്രൻ ഇങ്ങനെയാണ് ജനിച്ചതെങ്കിൽ വേദം വ്യസിക്കാത്ത, തപസ്സില്ലാത്ത, ഈ വിഷയപ്രപഞ്ചത്തിലൂടെ മുങ്ങിക്കുളിച്ച് നടക്കുന്ന നിങ്ങളുടെയൊക്കെ പുത്രന്റെ കഥ എന്താണ് ഞാൻ പറയുക? മഹാഭാരതം പഠിക്കാൻ രസമാണ്. ഇപ്പോ ദുഃഖതപ്തനായിട്ട് ഒരുത്തം നമ്മുടെ അടുക്ക് വരുമ്പോ അവനോട് പറഞ്ഞാൽ, നോക്കൂ, വ്യാസൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഇനി എന്തിനാണ് നിങ്ങൾ ഖേദിക്കുന്നത്? തപസ്സുണ്ടോ? ഇല്ല. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഇത് ജന്മകൃതമെന്ന് വെക്കൂ. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ തപസ്സൊക്കെ കഴിഞ്ഞ് മതിയെന്ന് സമാധാനിക്കൂ. സിമ്പിൾ. ഹേ, തപസ്സൊന്നും പറ്റില്ല, എനിക്ക് ശാന്തി കിട്ടണം. കിട്ടില്ല. ഹേ, ഉറപ്പാണ്. പ്രയാസമല്ലേ ഇത് പഠിക്കാൻ? അഭിപ്രായ വ്യത്യാസം തോന്നൂലേ? വളരെ പ്രയാസമില്ലേ ഇത് പഠിക്കാൻ? അതുകൊണ്ട് ഇതിന്റെ പോക്ക് മുഴുവൻ അടുക്കോടെ നിങ്ങൾ പഠിച്ചു വരുമ്പോ നിങ്ങൾ എന്നോട് ഒരുപാട് വിയോജിക്കും. കാരണം വ്യാസൻ ഇത് വളരെ അടുക്കോടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വ്യാസൻ അമ്മയോട് വളരെ വ്യക്തമായി പറഞ്ഞു, അമ്മയെ തപസ് വേണം ഇതിന്. മഹാഭാരതം എടുത്ത് വായിച്ചു നോക്കണം. രംഗമൊക്കെ ഹൃദയസ്പൃക്കാണ്. ഈ പുത്രൻ ജനിച്ചു, ജന്മാന്ധൻ. അന്ധന്മാർക്ക് ആർക്കും കണ്ണു കാണുകയില്ല, അല്ലേ? ജന്മാന്ധന് കണ്ണു കാണുകയില്ല, സ്വഭാവമാണ്. കാമാന്ധോ നൈവ പശ്യതി മതോന്മത്താന പശ്യന്തി അർത്ഥി ദോഷം ന പശ്യതി. ഇതൊക്കെ അന്ധന്മാർ തന്നെയാണ്. അതുകൊണ്ട് ഒരുവൻ ഇങ്ങനെ നോക്കാം. അംബാലികയിൽ 2ാമൻ, അവക്കും വെറുപ്പാ തോന്നിയ ഒരു പുത്രനുണ്ടായി. അവൻ പാണ്ഡുവായി. പാണ്ഡു എന്ന് പറഞ്ഞാല് നിങ്ങൾ പാണ്ഡ് എന്ന് പറയുന്നതല്ല. പാണ്ഡു എന്ന് പറഞ്ഞാൽ അനീമിയ, വിളർച്ച ഉള്ളവൻ, ഒരിക്കലും ഊർജ്ജസ്വലതയില്ലാത്തവൻ. എന്നാൽ ഊർജ്ജസ്വലതയൊക്കെ കാണിക്കുന്നില്ലേ? അതുകൊണ്ട് കാര്യമില്ല എന്ന് സാരം. പാണ്ഡുവായി. 3ാമതും അമ്മയുടെ ആഗ്രഹം നിവർത്തിക്കായിക്കൊണ്ട് സമീപിക്കുമ്പോഴവര് തോഴിയെ പറഞ്ഞു. കർമ്മം കൊണ്ട് തന്റെ മനസ്സിനെ, അന്ധക്കരണത്തെ ശുദ്ധമാക്കിയവളും വിനയം കൊണ്ട്
എല്ലാം സാമിഭാവത്തിൽ കണ്ട് ശീലിച്ചവളുമായ തോഴി വ്യാസനെ ഈശ്വരനായി തന്നെ പൂജിച്ചു. അറിവിന്റെ എളിമ അവൾക്കുണ്ടെന്നറിഞ്ഞ വ്യാസൻ അവളിൽ ഉത്തമനും സർവാതിരിക്തമായ ജ്ഞാനത്തിന്റെ ഉറവിടവുമായ വിതുരനെ ജനിപ്പിച്ചു. ഇതൊക്കെ വലിയ വലിയ സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ തനിക്കൊരു പുത്രനെ ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കാനൊരുങ്ങുന്ന ഭാര്യയുടെ എളിമയിലാണ് ആ പുത്രന്റെ സ്വഭാവശുദ്ധിയുടെ എല്ലാ അംശങ്ങളും ആദ്യമായി കോർത്തിണക്കുന്നതെന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരെ എല്ലാം വെല്ലുന്ന ഭാഷയിൽ അന്നേ രചിക്കാൻ ഇവിടുത്തെ ഋഷിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനിച്ചു, ദുഃഖകഥ തുടരുകയാണ്. സമയം നമുക്കിവിടെ നിർത്താം, ബാക്കി നാളെ കേൾക്കാം. യം ശൈവ സമുപസ്സതേ ശിവ ഇതി ബ്രഹ്മേരി വേദാന്തിനു ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവകർത്തേതി നൈയായിക അർഹന്നിത്യത ജൈനശസ്സനരത കർമ്മേതി മീമാംസക സ്വയംവോ വിദധാതു വഞ്ചിത ഫലം ത്രൈലോക്യനാഥോ ഹരി. ഹരി ഓം. അമൃതാത്മാക്കളെ, നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ തുടർച്ച തന്നെയായിട്ട് പോകാലോ. ഭാരതീയ ചിന്തയുടെ പൂർവപക്ഷമായി വരുന്ന സ്മൃതിയില്, പുരാണങ്ങളില്, ഇതിഹാസങ്ങളില് പൂർവപക്ഷമായി വരുന്ന കാമത്തെയും ആ കാമം എങ്ങനെ വളർച്ച പ്രാപിക്കുന്നു എന്നുള്ളതിനെയും സംക്ഷിപ്തമായി കാണുകയുണ്ടായി. നമുക്ക് പഠിക്കാനുള്ള മഹാഭാരതത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് കടന്നുവരുവാൻ പര്യാപ്തമാക്കിക്കൊണ്ട് വ്യാസ മഹാപ്രഭു തന്നെ എങ്ങനെ ഗൃഹസ്ഥാശ്രമം, ഭാര്യാഭർത്തൃബന്ധം ഇവയൊക്കെ തപസ്സോടുകൂടിയതായിരിക്കണം, ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുമാറ് താൻ തന്നെ തന്റെ അമ്മയുടെ ആഗ്രഹമനുസരിച്ച് പുത്രന്മാരെ ദാനം ചെയ്യുന്നതിനൊരുങ്ങുമ്പോൾ ആദ്യത്തെ 2 പേരില് അംബികയിലും അംബാലികയിലും എങ്ങനെ ധൃതരാഷ്ട്രനും പാണ്ഡുവും ജനിക്കുവാനിടയായി, എങ്ങനെ ദാസിയായിരുന്നിട്ട് കൂടി വിതുരൻ മഹാജ്ഞാനിയായി ജനിക്കുവാനിടയായി. ഇത്രയും കണ്ടാണ് രാവിലത്തെ ക്ലാസ് നിർത്തിയതെന്ന് തോന്നുന്നു. റൈറ്റ്. വീണ്ടും നമുക്ക് ഭാരതീയ ചിന്തയുടെ ബഹുമുഖങ്ങളായ വശങ്ങൾ തരുന്ന അനേകം ഉപാഖ്യാനങ്ങളും ആഖ്യാനങ്ങളുമുള്ള മഹാഭാരതത്തിൽ തന്നെ പ്രസക്തമായ കഥാതന്തുവിനെ മാത്രം പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. വ്യാസർഷി ഈ 3 പുത്രന്മാരുടെ ജനനത്തെപ്പറ്റി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ് കൊട്ടാരത്തിലെ സംഭവ വിശേഷങ്ങൾ അത്രയും നിയന്ത്രിക്കുന്നത് ഭീഷ്മനാണെന്നുകൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. രാജ്യത്തിന്റെ ഏതാണ്ട് മുഴുവൻ ചുമതലയും ഭീഷ്മനിലാണെന്ന് ഭരിക്കുന്ന രാജാവ് വരെ വിശ്വസിക്കുമാറ്, കാരണം രാജാധികാരത്തിന് അന്ധൻ പറ്റില്ല എന്ന് തീരുമാനിച്ച് പാണ്ഡുവിനെ രാജ്യം ഏൽപ്പിക്കുന്നു. അവിടെയും പുത്രബന്ധത്തിലൂടെ മാത്രം. വിതുരനെ അല്ല ഏൽപ്പിക്കുന്നത്, പാണ്ഡുവിനെ രാജ്യം ഏൽപ്പിക്കുന്നു. രാജാവായ പാണ്ഡു രാജാക്കന്മാരെ സംബന്ധിച്ച് അരുതാത്ത, വിചിത്രവീരൻ എപ്രകാരമാണോ അരുതാത്തതിലൂടെ കടന്നുപോയത്, രാജാക്കന്മാർക്ക് നിഷിദ്ധമായ ചൂത്, സ്ത്രീ സേവ, നായാട്ട്, ഇവയൊക്കെ, മദ്യം രാജാക്കന്മാർക്ക് നിഷിദ്ധമാണ് ഭാരതീയ ചിന്തയിൽ. നാം തിരിച്ചാണ് വിശ്വസിച്ചിട്ടുണ്ടാവുക. ഇതൊക്കെ രാജാക്കന്മാർക്ക് ചേർന്നതാണ്, നായാട്ട് രാജാക്കന്മാർക്ക് വേണ്ടതാണ്. അങ്ങനല്ല. ഇതൊക്കെ ഉത്തമന്മാരായ രാജാക്കന്മാർക്ക് നിഷിദ്ധങ്ങളായ, ഏതൊരു രാജാവ് ഇമാതിരി വ്യസനങ്ങളിൽ പെടുന്നു ആ രാജ്യം അധപ്പതി. അതുകൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളിലൂടെ ഇവർ പോകുന്ന ചിത്രവും നമ്മെ ബോധ്യപ്പെടുത്തും. പാണ്ഡു കുന്തിഭോജന്റെ മകൾ കുന്തിയെയും മാതൃരാജാവിന്റെ മകൾ മാതൃയെയും വിവാഹം കഴിക്കുന്നു. അന്ധനായ ധൃതരാഷ്ട്രൻ ഗാന്ധാരരാജന്റെ മകൾ ഗാന്ധാരിയെയും വിവാഹം കഴിക്കും. സംഭവങ്ങളെയും ചുറ്റുപാടുകളെയും വെച്ച് നോക്കിയാൽ പ്രാതികൂല്യം കൊണ്ട് എന്ന് പറയാൻ പറ്റാത്ത വിധവും പാതിവൃത്യം കൊണ്ടെന്ന് പറയാൻ പറ്റുന്ന വിധവും ഗാന്ധാരി ധൃതരാഷ്ട്രനെ സ്വയംവരം ചെയ്യുന്നത് മുതൽ അന്ധത്വം സ്വീകരിക്കുകയും ചെയ്യുന്നു. കൊട്ടാരത്തില് ഗാന്ധാരിയുടെ സഹോദരൻ എത്തിപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതുകൊണ്ട് പറഞ്ഞു പോകുന്നു. അതിന്റെ ഇടയിൽ കുറേയധികം ഭാഗങ്ങൾ നമ്മളുടെ കഥയോട് ബന്ധപ്പെടുത്തി പറയാനുണ്ടാവും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ബിന്ദുവിലേക്ക് നമുക്ക് എത്തേണ്ടതുകൊണ്ട് ഒരല്പം സ്പീഡിൽ പോവാണ് കഥയെ വിട്ടിട്ട്. ഇതെല്ലാം ഈ കാമനയുടെ വളർച്ചയെ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കുവാൻ പര്യാപ്തമാകുമാറ് വന്നെത്തുമ്പോൾ രാജാവായ പാണ്ഡു നായാട്ടിന് തന്നെ പോവുകയാണ്. നായാട്ടില് ആരെന്നറിയാതെ താനയച്ച അമ്പ് തപസ്വികളായ മാനുകളുടെ ശരീരത്തിൽ ഏൽക്കുകയാണ്. അവിടെ ലഭിക്കുന്ന ശാപമാണ് മറ്റൊരു വൃത്താന്തം. ഏതൊരു രാജാവാണോ
സമസ്ത ജീവരാശികളുടെയും സേവകനായി മാറേണ്ടത് ആ രാജാവ് ഹിംസാലോലുപനാകുന്നതിന്റെ ചിത്രവും ഋഷിയുടെ ഭംഗ്യന്തരേണ കാണിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ രാജധർമ്മത്തിൽപ്പെടുത്തി ആയിരിക്കാം വ്യാഖ്യാനിക്കുക. പക്ഷെ വ്യാസൻ അങ്ങനെയല്ല ചിത്രീകരിച്ചിട്ടുള്ളത്. ശാപം ഏറ്റുവാങ്ങിയ പാണ്ഡു പിന്നീട് അനപത്യ ദുഃഖം മൂലം പുത്രന്മാരില്ലാത്തതുകൊണ്ട് ഇനിയും ഭാര്യമാരോട് ബന്ധപ്പെടുവാനോ മറ്റൊന്നിനോ ശാപം കൊണ്ട് പറ്റാതെ വന്ന പാണ്ഡു വിഷാദചിത്തനായിരിക്കുമ്പോൾ തന്റെ പത്നിയായ കുന്തി തനിക്ക് കൗമാരത്തിൽ കിട്ടിയിട്ടുള്ള വരങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് ദുർവാസാവ് മഹർഷിയെ പരിചരിച്ചതിന് തനിക്ക് ലഭിച്ചിട്ടുള്ള വരബലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും പാണ്ഡുവിന്റെ ഇംഗിതപ്രകാരം തന്നെ ധർമ്മദേവനെയും വായുവിനെയും ഇന്ദ്രനെയും വരം കൊണ്ട് പ്രാർത്ഥിച്ച് അവരിൽ നിന്ന് പുത്രന്മാരെ സമ്പാദിക്കുന്നു. മറ്റൊരു വരം മാദ്രിക്ക് കൊടുക്കുമ്പോൾ അശ്വിനി ദേവകളെ പ്രാർത്ഥിച്ച് 2 പുത്രന്മാരെ മാദ്രിയും സമ്പാദിക്കുന്നു. ഉന്നതന്മാരായ ദേവകളായിരുന്നിട്ടും ഉത്തുംഗ പ്രഭാവനായ ഋഷി നൽകിയ മന്ത്രത്തിന്റെ ഫലമായി ജനിച്ചിട്ടും ഈ പുത്രന്മാരുടെയും ആ വീരശൂരന്മാരായ പുത്രന്മാരെ പ്രസവിച്ച അമ്മയുടെയും ദുഃഖത്തിന്റെ കഥയാണ് നാം തുടർന്ന് കേൾക്കാൻ പോകുന്നത്. അതിലുപരി കൗമാരത്തിൽ തന്നെ തനിക്ക് കിട്ടിയ വരബലം കൊണ്ട് ആ ജന്മ കവചകുണ്ടലങ്ങളോടുകൂടി സാക്ഷാൽ സൂര്യനിൽ നിന്ന് ലഭിച്ചവനായിട്ടുകൂടി ആ പുത്രനെ അതുപോലെ തന്നെയും നിതാന്ത ദുഃഖത്തിലേക്ക് ഇവയെല്ലാം നയിക്കുന്നതായിട്ടാണ് ഋഷി വർണ്ണിച്ചിട്ടുള്ളത്. തന്റെ ഔരസ സന്താനങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം മനസ്സിലാക്കാവുന്നതാണ്. മന്ത്രബലം കൊണ്ട് നേടിയ പുത്രന്മാരായിട്ടുകൂടി ഇത്രയേറെ ദുഃഖം കൊടുത്തുവെന്ന് ഋഷി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉപരി അമ്മയായ കുന്തിയെക്കൊണ്ട് പാഞ്ചാലിയോട് പിന്നീട് പറയിപ്പിക്കുന്ന ഒരു സന്ദർഭവും കൂടി ഇവിടെ ചേർത്താൽ ഭാഗ്യവന്തം പ്രസൂയേഥ മാ ശൂരം മാ ച പണ്ഡിതം. മോളെ, നീ പണ്ഡിതനെ പ്രസവിക്കരുത്, ശൂരനെയും അരുത്. ശൂരനെ അരുത്, പണ്ഡിതനെയും അരുത്. തന്റെ മക്കൾക്ക് ശൗര്യത്തിന്റെ കുറവ് കൊണ്ടല്ല താനിന്ന് ദുഃഖിക്കേണ്ടി വരുന്നത്, പാണ്ഡിത്യത്തിന്റെ കുറവ് കൊണ്ടുമല്ല. അപ്പൊ ഈ പാണ്ഡിത്യവും ശൗര്യവും ഒന്നും അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും ശാന്തി നൽകില്ലെന്നല്ലേ വ്യാസൻ നമ്മോട് ഈ ഇടവേളകളിലൊക്കെ പറയുന്നത്? അപ്പൊ പിന്നെ ശാന്തി എവിടെയാണ്? ഈ അന്വേഷണം നമുക്ക് വീണ്ടും തുടരാം. ഓരോ രംഗത്തും ഇത് വ്യാസൻ അക്കമിട്ട് പറയുന്നുണ്ട്, ഓരോന്നും എടുത്തു വെച്ച് പറയുന്നുണ്ട്. പുത്രൻ ശാന്തി തരുമോ? രാജ്യം ശാന്തി തരുമോ? ധനം ശാന്തി തരുമോ? അധികാരത്തിന്റെ ഉന്നതങ്ങളായ രംഗഭൂമികൾ നമുക്ക് ശാന്തി തരുമോ? ഓരോന്നും ഓരോന്നും എടുത്ത് അതിന്റെ അടുത്തെത്താൻ പോകുന്ന, എത്തിക്കഴിഞ്ഞ, അതിന്റെ വലിപ്പത്തിലിരിക്കുന്ന, നാളെ അത് നേടിയേക്കാവുന്ന നമ്മളെ ഓരോരുത്തരെയും വെച്ച് ഭൂതവും ഭവത്തും ഭവിഷ്യത്വവും ചൂണ്ടിക്കാണിച്ച് വ്യാസൻ വീണ്ടും വീണ്ടും പറയുന്നുമില്ല. ഈ ഉദാഹരണങ്ങൾ അത്രയും അങ്ങനെയാണ് പോകുന്നത്. മാത്രമല്ല, ഇതിനപ്പുറം നമുക്ക് പിന്നീട് അതിന്റെ ബാക്കി രംഗങ്ങളിലേക്ക് കിടക്കാം. അതിനപ്പുറം ഈ കേമന്മാരായ മക്കളൊക്കെ ഉണ്ടായി. അച്ഛനായ പാണ്ഡു മാദ്രിയിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങി. കാലഗതി പോയി. കുട്ടികളും അമ്മയും വനത്തിലായി. മാദ്രി പിതാവിനോടൊപ്പം ഭർത്താവിനോടൊപ്പം ചിതയിൽ ചാടുകയും ചെയ്തു. കുട്ടികളുമായി അമ്മയായ കുന്തി കൊട്ടാരത്തിലെത്തി. പാണ്ഡു മരിച്ച് കഴിഞ്ഞ് അന്ധന് രാജ്യം ഭരിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ച് അതേ രാജ്യത്ത് അന്ധനെ തന്നെ ചക്രവർത്തിയാക്കി. അങ്ങനെ ധൃതരാഷ്ട്രൻ ചക്രവർത്തിയുമായി. ഉത്കടമായ കാമം ചക്രവർത്തി പദത്തിനു വേണ്ടി അതിന്റെ അധികാരത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വെമ്പൽ നിലനിൽക്കുമ്പോഴായിരുന്നു ധൃതരാഷ്ട്രന്റെ കൈകളിൽ നിന്ന് അന്ധനാണെന്നുള്ളൊരു കാരണത്തിന് പാണ്ഡുവിനെ ചക്രവർത്തി പദം ഏൽപ്പിച്ചതെങ്കിൽ ഇന്ന് അതേ ധൃതരാഷ്ട്രന്റെ ഉത്കടമായ കാമന പൂർത്തീകരിക്കുന്ന നിമിഷം ഉണ്ടാവുകയാണ്. അറിവുള്ളവനാണ് ധൃതരാഷ്ട്രൻ. തന്റെ ഔരസപുത്രന്മാരോടുള്ള ഉത്കടമായ സ്നേഹം മാറ്റിവെച്ചുകൊണ്ട് ചിന്തിച്ചാൽ മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രൻ മഹാജ്ഞാനിയെ പോലെ തന്നെയാണ്. ഇത് നമുക്ക് പല രംഗങ്ങളിലും കാണാം. ഇന്ന് ധൃതരാഷ്ട്രൻ ചക്രവർത്തിയായി. തുടർന്നുള്ളൊരു കുറേ സംഭവ വികാസങ്ങൾ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുകയാണ്. മഹാഭാരത യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന ആ സംഭവങ്ങളെ, പാണ്ഡുവിന്റെ മക്കളുടെ ആഗമനം മുതൽ ഉള്ള കുറേ സംഭവങ്ങളെ